നീ ലാലേട്ടനൊക്കെ നേരിട്ട് വിളിച്ചാലും സോറി നമ്മളിപ്പോൾ ബിഗ് ബോസ് സീസൺ ഇപ്പം നടക്കുകയാണല്ലോ, ബിഗ് ബോസ് സീസൺ 7 നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ സീസൺ 1 മുതൽ വിവേകിനെ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ പരസ്പരം നല്ല പ്രേമി നിന്ന സമയത്ത് അവർക്ക് എന്തോ ഓഫർ കൊടുത്തും വിവേകിനെ ഇതിനകത്ത് കൊണ്ടുവരണം. താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആരൊക്കെയോ വഴി എന്നെ അന്നൊരു സമയത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് അഞ്ചനൊന്ന് ഹെൽപ്പ് ചെയ്ത് തരോ, നിങ്ങൾക്ക് ഫ്രണ്ട്സ് അല്ലേ, എന്തോ ഓഫർ പുള്ളി പറയുന്ന പൈസ പെർ ഡേ കൊടുക്കാം, ഒന്ന് പുള്ളിയെ കൊണ്ട് സമ്മതിപ്പിച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട്, കാരണം അവർക്ക് ഓഫർ ചെയ്ത പൈസ വെച്ചിട്ട് പോയി 50 ദിവസം നിന്നാലും ലൈഫ് സെറ്റല്ലേ, നീ ഒന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ ഞാൻ പോലും പെർസ്വേഡ് ചെയ്തിട്ടുണ്ട് ചില സമയത്തൊക്കെ. പക്ഷെ വിവേക് ഒരിക്കലും ബിഗ് ബോസിൽ പോവില്ല എന്നൊരു ഈ സീസണിൽ വിളിച്ചു. അവർക്ക് വിവേകിനെ കൊണ്ടുവരണം, അവരുടെ ആഗ്രഹമാണ് വിവേക് വരണമെന്നുള്ള. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഓഫേഴ്സ് കിട്ടിയിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും അതിലോട്ട് വരാനൊരു താല്പര്യമില്ല? എനിക്ക് അങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ചിലപ്പോൾ ഞാൻ പറയട്ടെ, ചിലപ്പോൾ നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആയാലോ. അതിനകത്തുള്ള വഴക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ചിലപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഒരു ഒറ്റ ഇടി വെച്ച് കൊടുത്താൽ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വെളിയിലുള്ള വിവേക് അല്ല ഒറിജിനൽ വിവേക് പ്രേക്ഷകർ അറിയാവുന്ന പേടിയാണോ? അങ്ങനെയൊന്നുമില്ല. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ വഴക്കൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി നിന്ന് എനിക്ക് എന്ത് എന്ത് എന്തെന്ന് അങ്ങനെ എനിക്ക് പറ്റില്ല. പിന്നെ അതൊരു എന്താ പറയുക, ഒരുമാതിരി ചോറി സെറ്റപ്പ് ഇങ്ങനെ എനിക്ക് താല്പര്യമില്ല. നേരിട്ട് വിളിച്ചാൽ ലാലേട്ടൻ പറ്റാത്ത സംഭവമാണ്. ലാലേട്ടൻ വേണമെങ്കിൽ ലാലേട്ടന്റെ കൂടെ വേണമെങ്കിൽ സൈഡിൽ ഒന്നിരിക്കാം.